الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അർഹമുറാഹിമായ അല്ലാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസ് നീ കബൂലാക്കണം റഹ്മാനെ. പരിശുദ്ധമായ റജബ് മാസത്തിന്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹുവേ, നമുക്കും നമ്മുടെ കുടുംബത്തിനും മുസ്ലിം ഉമ്മത്തിനും ധാരാളം ഖൈർ, ബറക്കത്ത്, നിഅമത്ത് നീ ചൊരിക്കണേ റഹ്മാനെ. റജബ് മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്റാ മിഅ്റാജ്, ആ യാത്രയിൽ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടു എന്ന് നാം പറഞ്ഞു. ആ അത്ഭുതങ്ങളിൽ 1-2 അത്ഭുതങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നമ്മുടെ ക്ലാസ്സിൽ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ യാത്ര പോകുന്ന സമയത്ത് ഒരു വിഭാഗം, ഒരു കൂട്ടം ആളുമാർ അങ്ങളെ മുട്ട ഞങ്ങൾ സഞ്ചരിച്ചപ്പോൾ, യാത്ര ചെയ്തപ്പോൾ സുബ്ഹാനല്ലാഹ് അവിടെ നോക്കുമ്പോഴത്തേക്ക് നല്ല ബേപ്പാട്ടി വെച്ചു, നല്ല ഇറച്ചി അവിടെ കണ്ടോണ്ടുണ്ട്. ഒരു ഭാഗത്ത് തിന്നവ് പറ്റിയത്, കഴിക്കാൻ പറ്റിയത്, നിങ്ങൾക്ക് തടിക്ക് പറ്റിയ നല്ല മാംസം, അത് നല്ല ഭേദിച്ചിട്ട് തിന്ന് റെഡിയാക്കിയിട്ട് തിന്ന് ആകുമ്പോൾ ഭേദിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ അപ്പുറത്തൊരു ഭാഗം പച്ച മാംസം, തിന്നാൻ പറ്റാത്ത, തിന്നു ആവാത്ത പച്ച മാംസം ഒരു ഭാഗത്തും വെച്ചിട്ടുണ്ട്. നോക്കുമ്പോ ഈ വേച്ചിട്ട് തിന്നു റെഡിയാക്കിയ മാംസത്തെ ആരും തിന്നോണ്ടില്ല. അവിടെയുള്ള ആളുമാർ എല്ലാം ഈ പച്ച മാംസം തിന്നാൻ വേണ്ടിയിട്ട് അതിനെ മുട്ട തെച്ചിട്ടുള്ളാറ്. ആ പച്ച മാംസം തിന്നോട്ടുള്ളാറ് സുബ്ഹാനല്ലാഹ്, അത് വല്ലാത്തൊരു ശിക്ഷയാണ്. ഇവിടെ തിന്ന് റെഡിയാക്കി വെച്ചു ഈ മാംസം ഉണ്ടായിട്ടും ആ വിഭാഗം ആളുമാറ് ആ പച്ച മാംസം അങ്ങ് തിന്നോട്ടുള്ളാറ്. അത് തിന്നുമ്പോൾ അവരെ ശരീരം മുഴുവനും അവിടുന്ന് എന്താവുകയാണ്, വേദന കൊണ്ട് അവർ പിടക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരാണ് മൻ ഹഉലാഇ യാ ജിബ്രീൽ? ആരാണ് ഈ വിഭാഗം? ഇവർ ആരാണ്? അവർക്ക് തിന്നു വേണ്ടിട്ട് റെഡിയായ മാംസം ഉണ്ടായിട്ടും തിന്നാണ്ട് ഈ പച്ച മാംസം തിന്നുകൊണ്ട് അവർ വേദന കൊണ്ട് പിടക്കുകയാണ്. അവർ ആരാണ്? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നു, ഹഉലാഇ സുനാത്ത്, വ്യഭിചാരികളായ ആണും പെണ്ണാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തം ഭാര്യ അങ്ങുണ്ടായിട്ടും, ഹലാലായി കൊടുത്ത ഭാര്യമാർ ഉണ്ടായിട്ടും അവർ ഹറാമായ മോശപ്പെട്ട പെണ്ണുമായിട്ട് പ്രഭാതം വരെ കഴിഞ്ഞുകൂടി. ഹലാലായ ഭർത്താക്കന്മാർ, മാപ്പിളമാർ ഉണ്ടായിട്ടും അങ്ങനെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരു ഹറാമായ ഭാര്യക്കാരന്റെ കൂടെ, ആണുങ്ങളെ കൂടെ അവൾ വ്യഭിചരിച്ചുകൊണ്ട് സുബഹി വരെ പാർത്തു. അവർക്ക് നാളെ ആഖിറത്തിൽ വെച്ച് അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷയാണ് ഭാര്യമാരെ വഞ്ചിക്കുക. നമുക്ക് ഹലാലായിട്ട് നിക്കാഹോട് കൂടി കൊണ്ടുവന്ന ഭാര്യമാർ ഉണ്ടായിട്ട് അവരെ വഞ്ചിച്ചിട്ട് മറ്റൊരു പെണ്ണുമായിട്ട് ഹറാമായ നിരക്ക് സമ്പർക്കം നടത്തുക, അല്ലെങ്കിൽ നിക്കാഹ് ചെയ്തിട്ട് കൊണ്ടുവന്ന ഭർത്താക്കന്മാർ ആണ് ഉണ്ടായിട്ട് അയാളെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരു ആണുമായിട്ട് ഹറാമായ നിരക്ക് സമ്പർക്കം നടത്തുക. ഇത് ഹറാമാണ്, ഇത് സിനായാണ്. നാളെ ആഖിറത്തിൽ വെച്ച് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാണ്. അപ്പൊ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് സിന ചെയ്യേണ്ടതല്ല, ആ സിനാന്റെ ഭാഗത്തേക്ക് തന്നെ അടുക്കരുത് എന്നാണ്. നാളെ വ്യഭിചരിച്ചവർക്ക് നരകത്തിന് ശിക്ഷ എന്താണ്? അതൊക്കെ നാം മുമ്പ് ഒരുപാട് കേട്ടതാണ്. അപ്പൊ മുത്തനബി പറഞ്ഞു, അതാ ഭാര്യമാരോടുള്ള, ഭർത്താവിനോടുള്ള കടപ്പാട് വീട്ടാത്തവർ വ്യഭിചാരികളാണവർ. അവർക്ക് അല്ലാഹു തആല നാളെ കൊടുക്കുന്ന ശിക്ഷയാണ്.
പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ഒരു മനുഷ്യന്റെ മുട്ട ഇങ്ങനെ യാത്ര പോയി. പിന്നെ പോയ ഒരു മനുഷ്യന്റെ മുട്ട, സുബ്ഹാനല്ലാഹ്, അയാള് ചെമ്മക്കോള് കത്തുപാട്ട കൊള്ളോ അല്ലെങ്കിൽ വിറക് ചെമ്മക്കോള് കൊണ്ടുവന്നിട്ട് റാസിയാക്കിയിട്ട് വെച്ചത്. അതിനെ എടുത്തിട്ട് തലക്ക് വെക്കുള്ള താക്കത്ത് അയാൾക്ക് അത്രയും വലിയ കെട്ടായി പോയിട്ട് ഇപ്പമേ ഓൾറെഡി അയാൾക്ക് തലക്ക് വെച്ചിട്ട് കൊണ്ടുപോകും സാധ്യമില്ലാത്ത കോള് റെഡിയായത്. പിന്നെയും കോള് എവിടുത്തെല്ലാം കൊണ്ടുവന്നിട്ട് പിന്നെയും അതേ റാസിൽ വെച്ചോണ്ടുണ്ടു. ഇന്ന കോളുണ്ടല്ലേ, ഇന്ന കോളന്നെ അയാൾക്ക് തലകെടുത്ത് വെക്കും പോലെ താക്കത്ത് അയാൾക്കില്ല. പിന്നെയും എവിടെല്ലാം കോളുണ്ട് അതെല്ലാം കൊണ്ടുവന്നിട്ട് അതേ ആ പെറൂരെ കെട്ട് കോളിനെ കെട്ട് പിന്നെയും ഇയാൾ കൊണ്ടുവന്നിട്ട് റാസിയിടുന്നത്. അപ്പൊ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് മുത്തുനബി കേട്ടിട്ട്, ആരാണ് ഇവൻ ആരാണ്? അപ്പൊ മുത്തുനബി പറഞ്ഞു, ഹാദല്ലദീ ഇൻദഹുൽ അമാനത്തു ലാ യുഅദ്ദീഹാ വഹുവ യത്ലുബു ഉഖ്റാ. അവനടുക്കൽ ഇപ്പം ഒരുപാട് അമാനത്തായ ഒരുപാട് ഉത്തരവാദിത്വം അവന്റെ മേലെ ഉണ്ട്. ഇപ്പം ഒരുപാട് ജവാബ്ദാരികൾ അവന്റെ മേലെ ഉണ്ട്. ആ ജവാബ്ദാരി നിന്ന് എന്താക്കുന്നില്ല, വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുന്നില്ല. ആ ഉത്തരവാദിത്വത്തിന് തന്നെ അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെയും ഏതെല്ലാം സ്ഥാനങ്ങളും കമ്മിറ്റിയിലും രാഷ്ട്രീയപരമായിട്ടും അല്ലാതെയും കുടുംബത്തിൽ പല സ്ഥാനങ്ങളും അവൻ പിന്നെയും ഏറ്റെടുക്കുകയാണ്. ഇന്ന ജവാബ്ദാരി സ്വന്തം മക്കളെ തന്നെ പൂച്ചു വളർത്താൻ കഴിയുന്നില്ല, സ്വന്തം ഭാര്യയെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ഉള്ള ഒരു സ്ഥാനം ഒരു സംഘടനയിൽ ഒരു പ്രസിഡന്റ് ആയിട്ട് അവൻ ഇപ്പോൾ ഉണ്ട്, അതെന്നെ അവനിക്ക് നിറവേറ്റാൻ കഴിയുന്നില്ല. ആ ഉത്തരവാദിത്വം തന്നെ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. പിന്നെയും വേറെയും ആ മെമ്പറും ആ കമ്മിറ്റിയിലും ഈ കമ്മിറ്റിയിലും എല്ലാം കൂടി എന്താക്കുന്നു, ഉത്തരവാദിത്വം പേരിന് വേണ്ടി ഇങ്ങനെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു, ഒന്നും കൈകാര്യം ചെയ്യുന്നില്ല, അവരെ കൊണ്ട് കഴിയുന്നില്ല. അവന്റെ അവസ്ഥയാണിത്. അപ്പോ കമ്മിറ്റിയിലെ സംഘടനയിലെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവർക്ക് വലിയ ജവാബ്ദാരി ഉണ്ട്. ഏറ്റെടുത്തിട്ട് ഫോട്ടത്തിന് മാത്രം പേരിന് മാത്രം നിന്നിട്ട് അത് തിരിച്ചു നോക്കാത്തവർക്ക് നാളെ ആഖിറത്തിൽ വെച്ച് ചോദ്യമുണ്ടാകും. അതിനെ കുറിച്ചിട്ടുള്ള ചോദ്യം അവനടുത്തുണ്ടാകും, മറുപടി കൊടുക്കേണ്ടി വരും. അങ്ങനല്ലേ ഇപ്പോ എല്ലാവർക്കും സ്ഥാനം വേണം, പിന്നെയും വേണം. ഞാൻ എടുത്തോ ഈ സ്ഥാനം, എന്റെ ജവാബ്ദാരി എന്താണ്, എന്റെ ഉത്തരവാദിത്വം എന്താണ്, ഞാൻ ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അതില്ല. പിന്നെയും ഓനിക്ക് എന്താണ് സ്ഥാനം വേണം, പിന്നെയും ഓന് പേര് വേണോ. ഉത്തരവാദിത്വം എന്നുള്ളത് എല്ലാ സ്ഥലത്തുമുണ്ട്. സ്വന്തം പെഞ്ഞായിരെ മക്കളെ നിങ്ങൾക്ക് വേണ്ടിയ പോലെ ആക്കാവില്ല, പിന്നിലെ റായത്തെ ഭരിക്കണേ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ ഉത്തരവാദിത്വം നിർവഹിക്കാത്തവർ, പള്ളി കമ്മിറ്റി, രാഷ്ട്രീയം, കുടുംബ ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിയില്ലെങ്കിൽ ആ ഉത്തരവാദിത്വത്തിലേക്ക് പോകാൻ പാടില്ല. അപ്പോ അത് നല്ലോണം ചിന്തിക്കണം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു വിഭാഗം ആളുമാരെ മുട്ട നങ്ങ പോയ സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഓരോരുത്തരെ ബയർ ബയറിന്റെ വലിയ അക പോലെ ഉണ്ട്. ആ കണ്ട മനുഷ്യന്മാരെ ബയറ് വലിയ അക പോലെ ഉണ്ട്. അത്രയും വലിയ ബയറാണ് അങ്ങുള്ളൂ. അങ്ങ് ഒന്ന് എണിച്ചിട്ട് നിൽക്കുക ഉള്ള, ഒന്ന് ജച്ചോടുന്നു, ഒന്ന് കടന്നോടുന്നു, എണിച്ചിട്ട് നിൽക്കാവുള്ള അത്രയും വലിയ ബയറുകളാണ് അവർക്കുള്ളത്. ചരിത്രം പറയുന്നു, അവരെ വയറ്റിന്റെ ഉള്ളിലുള്ളത് പുറത്ത് നോക്കിയാൽ സുബ്ഹാനല്ലാഹ് കാണാവുന്ന രൂപത്തിൽ പാമ്പുകളും തേളുകളുമാണ് അവന്റെ വയറ്റിലുള്ളത്, അവന്റെ പള്ളയിലുള്ളത്. അവന്റെ പള്ളയാണെങ്കിൽ വലിയ അക പോലെ ഉണ്ട്. ദച്ചോടുന്നു, കടന്നവിടുന്നു, എണിക്കുക ഉള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ട്, എന്താണിത്, ആരാണിത്? ജിബ്രീൽ ഇസ്ലാം പറഞ്ഞു കൊടുത്തു, ഹും അക്കലത്തു റിബാ, ബഡ്ഢി വ്യവഹാരം ചെയ്യുന്നവർ, പലിശ തിന്നുന്നവർ. നല്ലോണം ജാഗ്രത. ഏതൊരു പണി തുടങ്ങുന്നെങ്കിലും ബഡ്ഢിയില്ലാതെ, പലിശയില്ലാതെ ഒരു കാര്യവും നടക്കുന്നില്ല. ചില കച്ചവടം 10,000 കെട്ടിയാൽ 25,000 കിട്ടും. ഇത് ഏത് പൈസയാണ് കിട്ടുന്നത്? ഇത് ഹറാമാണോ ഹലാലാണോ ബഡ്ഡിയാണോ ആരും ചിന്തിക്കുക. ഒട്രാസി എനക്ക് പൈസ എങ്കിലായി,
അത് കട്ട പൈസയാവും, ബഡ്ഡിന്റെ പൈസയാവും, ഏത് പൈസയാവും. പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് ബഡ്ഡി തിന്നുന്നവരും അതിനു വേണ്ടി എഴുതുന്നവരും അതിനു വേണ്ടി സാക്ഷി കൊടുക്കുന്നവരും ബഡ്ഡി തിന്നിപ്പിക്കും എല്ലാവരും നരകത്തിലാണ്, എല്ലാവർക്കും ശിക്ഷ ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്. ഓരോരു ബിസിനസ്സും ഓരോരു കച്ചവടവും ഇവിടെ ഓരോന്നും കണ്ടോണ്ടിട്ടുണ്ട്. പിന്നെയും ആളുമാർ അതിലേക്ക് കൂടിയിട്ട് കുടുങ്ങിക്കൊണ്ടുള്ളാറ്. നോക്കണ്ട, ഇത് ഹലാലാണോ, ഈ ഇതിൽ കിട്ടുന്ന പൈസ ഹലാലാണോ ഹറാമാണോ ചിന്തിക്കണ്ടേ. ഒരിക്കലും കഴിവിന്റെ പരമാവധി ഇന്ത്യ നാടായത് കൊണ്ട് ചില വിഷയത്തിൽ ഏർപ്പെടാൻ നിർവാഹമില്ല. അതിന് കഴിവിന്റെ പരമാവധി ബഡ്ഡിയിൽ നിന്ന് നാം ദൂരം നിൽക്കണം. അതല്ലേ ബർക്കത്ത് കുറഞ്ഞു പോയെ. പോരെ കേട്ട് ഫൗണ്ടേഷന്റെ കല്ല് തന്നെ ബഡ്ഡിന്റെ പൈസ അല്ലേ. ഇന്നത്തെ അവസ്ഥ പിന്നെ അങ്ങനെ ഹലാലായിട്ട് നമുക്ക് കിട്ടുന്നു. അത് പറയുമ്പോ കുറെ പറയുന്നു, ഏതായാലും ബഡ്ഡി തിന്നാൻ പാടില്ല, ബഡ്ഡി തിന്നുന്നവർക്ക് വലിയ ശിക്ഷയാണ് നാളെ പാരത്രിക ലോകത്ത് അള്ളാഹു തആല കൊടുക്കുന്നത്. എല്ലാത്തിനും പൈസയായിപ്പോയി. പള്ളി കെട്ടിക്കുന്ന വിഷയത്തിനും പൈസ തന്നെ, മദ്രസ കെട്ടിക്കുന്നതിനും ഇത് തന്നെ. അപ്പോ പലിശ, ബഡ്ഡി അതിൽ നിന്നിട്ട് നാം ദൂരെ നിൽക്കണം. നാളെ ആഖിറത്തിൽ വെച്ച് വലിയ ശിക്ഷയുണ്ട്. പിന്നെയും ഒരുപാട് അത്ഭുതങ്ങൾ മുത്തുനബി കണ്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ക്ലാസ് മുൻവരിയാം. അർഹമുർ റഹീമായ അല്ലാഹു നമ്മളെ ഒക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ.